24-ാം പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ച് അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയത്. അതൊരു അസാധാരണമായ സാഹചര്യമായിരുന്നു. പാർട്ടിയുടെ ചരിത്രത്തിൽ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടി സമ്മേളനത്തിൽ ഈ ഘട്ടത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി വിടവാങ്ങുന്നത്. അത് സൃഷ്ടിച്ച ശൂന്യത, നഷ്ടം നികത്താനാകാത്തതാണ്. ഈ അപരിഹാരമായ നഷ്ടത്തെ പാർട്ടി നേരിട്ടത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. പാർട്ടി PBയുടെയും CCയുടെയും ശക്തമായ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള 2 രേഖകളും ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ കഴിഞ്ഞു. പാർട്ടിയുടെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും, ഇപ്പോൾ കേരളത്തിൽ അവസാനത്തെ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റെല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഞാൻ സീതാറാം യെച്ചൂരിയുടെ ആ ഉജ്ജ്വലമായ സ്മരണകളെ, ഉജ്ജ്വലമായി സംഭാവനകളെ പ്രത്യേകം സ്മരിക്കുന്നു. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നമ്മുടെ സീതാറാം വർഗിയുടെ സംഭാവനകൾ നിസ്തുലമാണ്. അതേപോലെ തന്നെയാണ് കേരളത്തിലും കോടിയേരി ബാലകൃഷ്ണനെ നമുക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ സമ്മേളനം കോടിയേരിയെ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം PBയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി PB അംഗവുമായ കോടിയേരിയുടെ വിടവാങ്ങലും നമുക്ക് വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ശക്തിയായ മുന്നേറ്റത്തിന് ആവശ്യമായ രൂപത്തിൽ പാർട്ടിയെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. When you are going to discuss in the state conference in the coming days the work we have done in Kerala, the political and organizational work, and set out our future direction, you have to keep in mind what is happening both at the international and national level today. I would like to briefly set out to you the main features of the international situation which have an important bearing on our own country. We have seen in the last 6 weeks very tumultuous events, major events since Donald Trump took over the presidency of the United States of America on the 20th of January. The draft political resolution anticipates some of these tumultuous developments. What is happening with the new approach and policies being adopted by Donald Trump is something which will take some more time to properly evaluate. But some things have become clear in the short period of 6 weeks. Donald Trump is seeking to reorient and restructure the American economy, society, and American intervention internationally to ensure that America remains the dominant imperialist power in the country, in the world. For this, he has put forth slogans like "Make America Great Again," "America First." That is what he will pursue as far as his domestic policies and international policies are concerned. Why this is happening is something which we must understand. That the fact that he says "Make America Great Again" is a recognition that America is not anymore the superpower in a unipolar world. America's power in the world is declining, and it is also meeting the challenge of a rising People's Republic of China, which is now able to match America economically, technologically, and militarily. It is the growing power which is now threatening American supremacy. And Donald Trump's what appears to be outlandish efforts is to reassert America's leadership of the imperialist world and
to crudely, at times, establish American hegemony. ഇനിയുള്ള ദിവസം സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തി ചർച്ചകൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ആ ചർച്ചകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ സാർവദേശീയ ദേശീയ സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ കൂടി ബാധിക്കുന്ന പ്രധാനപ്പെട്ട സാർവദേശീയ പ്രശ്നങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയെടുത്തതിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ചിലതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നയങ്ങളിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്പദ്ഘടനയിൽ, സമൂഹത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാം തന്നെ 6 ആഴ്ചയുടെ ഹ്രസ്വകാലയളവിനുള്ളിൽ പുനഃസംഘടനയിലൂടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുവഴി അന്താരാഷ്ട്ര അമേരിക്കൻ ഇടപെടലുകളെ കുറെ കൂടി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിത്തീർക്കാനായി ട്രംപ് ശ്രമിക്കുന്നു. സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അമേരിക്ക ആദ്യം, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങൾ ട്രംപ് ഉയർത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വിദേശ നയം ആവിഷ്കരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് നിർബന്ധിതമാകുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നിർബന്ധിതമാകുന്നത്? അമേരിക്ക വീണ്ടും മഹത്തരമാക്കണം എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ല എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഏകലോകത്തിന്റെ ആധിപത്യമുള്ള രാജ്യം എന്ന നിലയിൽ നിന്ന് അമേരിക്ക ദുർബലപ്പെട്ടിരിക്കുന്നു. പുതിയ വെല്ലുവിളികളെ അമേരിക്ക അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ചും ചൈനയുടെ മുന്നേറ്റം സാമ്പത്തികവും സാങ്കേതികവും സൈനികവുമായ മേഖലകൾക്കകത്ത് അമേരിക്കൻ ആധിപത്യത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപിന്റെ ശ്രമം വീണ്ടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സാമ്രാജ്യത്വ ആധിപത്യം അമേരിക്കയിലൂടെ ഉറപ്പിക്കുക എന്ന ദൗത്യമാണ് ട്രംപ് ഏറ്റെടുത്തിട്ടുള്ളത്.